ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് കുംഭഭരണി ദിവസമാണ്, ചെട്ടുളങ്ങര അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അപ്പോൾ രാവിലെ തൊണ്ടയ്ക്കൊരു കിച്ച്. അപ്പോൾ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോണു. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ പ്രൊസഷൻ പോലെ പോകുന്നു. രാവിലെ 6 മണി തൊട്ട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഓക്കെ, ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട്, അതെല്ലാം നമ്മുടെ ട്രാവൽ വ്ളോഗിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതെല്ലാം കണ്ടിട്ട് വന്നിട്ട് ഇവിടെ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്ന പരിപാടിയും കൂടി കാണാം. ഓക്കെ, എല്ലാ വീടുകളിലും ഇന്ന് കൊഞ്ചുമാങ്ങ ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ രശ്മിയുടെ വീട്ടിലും ഉണ്ടാക്കും, രഞ്ജിത്തിൻ്റെ വീട്ടിലും ഉണ്ടാക്കും. പിന്നെ രശ്മിയുടെ വീട്ടിലെ കൊഞ്ചുമാങ്ങ എങ്ങനെ രശ്മി ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാം. ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. പിന്നെ ഒരു സുന്ദരി കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മോളാണ് അല്ലേ? യെസ്, ജാനി മോള്. ഇതൊക്കെ ഞങ്ങളിന്ന് കുറച്ച് കളർ യൂണിഫോമാണ് തോന്നുന്നു. രണ്ടുപേരും സെയിം കളർ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജാനി കുട്ടിയാണ്. നല്ല സുന്ദരി മോളായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിടുക്കി കുഞ്ഞാ. അപ്പം ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇതിപ്പോൾ രഞ്ജിത്തിൻ്റെ വീട് ഇവിടെ. ഓക്കെ, ഇതായിരുന്നു പഴയ കുടുംബ വീട്. അത് മോഡിഫൈ ചെയ്താണ്. രശ്മി ദേ മോളുടെ അമ്മ കുഞ്ചി മോളും ഒരേ ഡ്രസ്സല്ലേ? യെസ്, അതെ യൂണിഫോം. അവിടെയും ട്വിന്നിങ്ങാ. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക, നല്ല ഗ്രീനറിയാണ് കംപ്ലീറ്റ്. ഇത് ഇത്രയും പൊക്കത്തിലുള്ള ഇത്രയും വലുതായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടെയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷെ അന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ. അതും ചെറുതായിരുന്നിരിക്കും. അത് തന്നെ ഇപ്പം അത് വലുതായി. പിന്നെ അതുപോലെ അവിടുത്തെ ചെമ്പോട്ടി മരം, അത് പഴയ ഓർമ്മകളാണ്, അന്ന് തൊട്ടുള്ളതാണ്. അത് വലിയ ട്രീയാണ്. പിന്നെ നോക്കി എല്ലാവരും മൊത്തത്തിൽ ഗ്രീനറി ഉള്ളതുകൊണ്ട് ഇവിടെ ഒരിക്കലും പിന്നെ ജാതി മരം ഇവിടെ ഒരിക്കലും എന്താ പറയുക ചൂടുണ്ടാവില്ല. നമുക്ക് നല്ല തണുപ്പൊക്കെയാണ്. ഇതൊരു ഫെസ്റ്റിവൽ ഡേ ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങും. ബന്ധുക്കള്, ഫ്രണ്ട്സ് എല്ലാവരും ഹൗസ് വിസിറ്റ്സ് ഉള്ള ദിവസമാണ്. ഇഡലിയൊക്കെ ഇളക്കിയെടുത്തു രാവിലെ എഴുന്നേറ്റ്. പിന്നെയും ഇഡലിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു അമ്മ അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ചെയ്തത്? ഓ അത് ശരി. മണിയപ്പച്ചി മോളപ്പച്ചിന്നാ വിളിക്കുന്നത്. മണിയപ്പച്ചിന്ന് മണിക്കുഞ്ഞമ്മ, എൻ്റെ മണിക്കുഞ്ഞമ്മ. മോളുടെ അമ്മൂമ്മയല്ലേ? അപ്പച്ചിന്നാ വിളിക്കുന്നത്. ഓക്കെ, അമ്മ വിളിക്കുന്നതിന് മോള് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന ബഹളത്തിലായിരുന്നു, കുളിക്കാനും ഒക്കെ. ഇതായിരുന്നു മോളുടെ അമ്മ ഈസ് കമ്മിങ്. കുഞ്ചി എല്ലാവരും അറിയാണ്ട് പച്ച ഇട്ടു കേട്ടോ. ആലോചിച്ച് നോക്കിയേ, നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാന്റ് അല്ല. നിങ്ങൾ കണ്ട് പ്ലാന്റ് ആയിരുന്നു. ഗ്രീനറി, മൊത്തം ഗ്രീനറി. അപ്പം നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. കണ്ടോ അമ്മയും മോളും കുഞ്ചിയും ജാനിക്കുട്ടി രണ്ടുപേരും സെയിം. ഓക്കെ, അപ്പം മോളുടെ ഡ്രസ്സും ഡിസൈൻ ബൈ കുഞ്ചി. എല്ലാം ഞാൻ തന്നെ. അവിടെ ഗസ്റ്റ് ഉണ്ട്. പിന്നെ രശ്മി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പം നല്ല ഇവിടുത്തെ ഗ്രീനറി ഭയങ്കര രസമല്ലേ? പിന്നെ ഇത് വീട്ടിൻ്റെ അവിടുന്ന് നേരെ നടന്നു പോകാനുള്ളൊരു വഴിയാണ്. ഓക്കെ, പുറത്തേക്ക് പോകാനായിട്ട് ഒരു ഡ്രൈവിൻ പോലെ നമുക്ക് മാത്രമായിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് വഴിയാണ്. ആ തൊട്ട് സൈഡിലാണ് സ്കൂളാണ്. ആ സ്കൂള്. അപ്പോൾ കണ്ണിമാങ്ങ വരാൻ പോകുന്ന വഴിക്കുണ്ടല്ലേ? അപ്പോൾ നമുക്ക് കണ്ണിമാങ്ങ പറിച്ചാലോ? ഓക്കെ, നേരെ പോകുമ്പോൾ റോഡിലേക്കാണ് പോകുന്നത്. ഈ ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ആണോ ഇപ്പോൾ പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ? ഇഷ്ടംപോലെ ഇപ്പോൾ ഈ പ്രൊസഷനായിട്ട് കുത്തിയോട്ടത്തിൻ്റെ കുട്ടികൾ അവരെ കൊണ്ടുപോകുന്ന കാണാം. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ അങ്ങോട്ട് രാവിലെ 5:30, 6 തൊട്ട് തുടങ്ങുന്ന കേട്ടോ. എന്തിയാ പണേ കണ്ണിമാങ്ങ? ദേ കിടക്കുന്ന ഒത്തിരി കണ്ണിമാങ്ങ ഉണ്ടല്ലോ. വലിയ കണ്ണിമാങ്ങ ചുമ്മാ. ശരി, ഇതൊക്കെ മാങ്ങയാകാനുള്ളതാ. വലിയ മാങ്ങയാകാനുള്ള കണ്ണിമാങ്ങ പറിക്കണോ? വേണ്ട, ഇഷ്ടമല്ലേ? അയ്യോ വേണോ മോനെ? വേണോ? ഞാനിതേ ഇവിടെ കമ്പമായിട്ട്. അത് വേണോ? തൊട്ടപ്പുറം സ്കൂളാണ്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇവിടെ ഒരു മുള്ളിവേലിയായിരുന്നു. ഈ സ്കൂളും നമ്മുടെ കോമ്പൗണ്ടും തമ്മിൽ വേർതിരിക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞൊക്കെ എനിക്ക് കുറേ കാര്യങ്ങളറിയാം. അത് അപ്പൂപ്പൻ്റെ ഫ്രണ്ട്സും അപ്പൂപ്പനെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളുടെ വീട്ടിലായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയുടെ ആളായിരുന്നു. നല്ലതായിട്ട്
അതിഥി സൽക്കാരം വളരെ ഭയങ്കര ഫേമസ് ആയിരുന്നു ആ കാര്യത്തിൽ. കുട്ടിയമ്മയെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ അമ്മ ഗ്രാൻഡ് മദറിന് വേണ്ട സഹായമൊക്കെ ചെയ്യും കാര്യങ്ങളൊക്കെ. ഇത് എനിക്ക് കറയൊക്കെ മാറ്റി തന്നതുകൊണ്ടോ? എങ്ങനെയാണ് കറ മാറ്റിയത്? അവിടെ വലിച്ചിട്ട് അല്ലേ? ആ കൊള്ളാം കൊള്ളാം. നൈസ്. കുഞ്ഞു അനിവാങ്ങിയൊക്കെ തട്ടിയിട്ട് എനിക്ക് തന്നിരിക്കുന്നു. നോക്കിയേ, വെരി സ്മാർട്ട് ഗേൾ. കരിമ്പിൻ്റെ ആളല്ലേ? ഇതിൻ്റെ തൊട്ട് വെളിയിലാണ് കരിമ്പുകാരൻ വെയിറ്റ് ചെയ്യുന്നത്. നല്ല മധുരമുള്ള കരിമ്പിൻ ജ്യൂസാണ്, ഫ്രഷ്. ഇവിടെ ഇന്നത്തേക്കുള്ള എടുത്ത് വെച്ചിരിക്കുന്നു തോന്നുന്നു. ബാക്കി ഇവിടെ ഗോഡൗൺ പോലെ ഞങ്ങളുടെ ബാക്കിലാണ് വെച്ചിരിക്കുന്നത്, അവർക്ക് കൊടുക്കാൻ വേണ്ടി അല്ലേ. ഈ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കാം. അടിപൊളി ടേസ്റ്റാണ്. മണിയപ്പച്ചി മണിക്കുഞ്ഞമ്മ എത്ത് സുന്ദരിക്കുട്ടപ്പേട്ട് വരുന്നു. അയ്യോ, നമ്മളെല്ലാരും ഗ്രീൻ ആണല്ലോ. അയ്യോ, ഗ്രീൻ കളറിന്റെ. ആ അതാണ് അതാണ് ഫാമിലി മൊത്തം ഗ്രീൻ കളറിലാണ് ഇന്നത്തെ. ഗ്രീൻ കണ്ടില്ലേ, പല വെറൈറ്റീസ്. ഇത് നോക്കിയാ മോളുടെ കണ്ണിന്റെ മുകളിലത്തെ ഐ മേക്കപ്പ് ചെയ്ത് വലിയ ഇഷ്ടമാട്ടോ. ഐ ഷാഡോ വരെ ഇട്ടിട്ടുണ്ടല്ലേ മോളെ? അല്ലല്ല, ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. ആ ഉണ്ട്, ബ്ലൂ കളറിലെ ഐ ലൈനർ. ആ ചെറിയത്. ഓക്കെ, അങ്ങനെ നമ്മൾ രശ്മിയുടെ വീട്ടിൻ്റെ കിച്ചൺ, അവിടുത്തെ കുഞ്ചുമാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞു. കുഞ്ചിയും അമ്മായിയും ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളിപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. കൊഞ്ചുമാങ്ങ ഇന്ന് ഉത്സവ ദിവസമാണ്, അതായത് ഭരണി നാളാണ് ചേട്ടുളങ്ങര അമ്മയുടെ. അപ്പോൾ ഈ ദിവസം ഇവിടെയുള്ള എല്ലാ ഓണാട്ടുകരയിലെ എല്ലാ വീടുകളിലും ഇപ്പം മൊത്തം 13 കരയിലെയും വീടുകളിൽ ഇന്നത്തെ ദിവസം ഈ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അതായത് കൊഞ്ചുമാങ്ങ ചോറിൻ്റെ ഭാഗമാണ്, സദ്യ അതോടൊപ്പം കൊഞ്ചുമാങ്ങ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ഇവിടെ തലമുതിർന്ന ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അമ്മായിയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. അവരും കൂടി എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങൾ. കുറച്ചുകൂടെ ഒരു എക്സ്പെർട്ടീസ് കൂടുതലാണല്ലോ. ഇത് ഒരു 8 years ബാക്ക് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ഇതിൽ ഒരാളൊഴിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയും അന്ന് ഇവിടെ ഒരാളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ആ അന്നത്തെ അമ്മയുടെ വീടാണല്ലോ, അമ്മയുടെ നാട്, അമ്മയുടെ സ്ഥലം. അതെ. അപ്പോൾ അന്ന് അമ്മ ജീവിച്ചിരിക്കുന്ന സമയം 8 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം ഇങ്ങനെ വന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര മെമ്മറീസാണ്. അമ്മയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ പോണു. രശ്മിയാണ് ഇന്ന് ഇത് റെഡിയാക്കാൻ പോണത്. കാണാം അല്ലേ? കൊഞ്ചുമാങ്ങ മേക്കിങ്. പച്ചമാങ്ങ ഇവിടെ കൊത്തി അരിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പച്ചമാങ്ങ കഷ്ണങ്ങളായിട്ടല്ല, കൊത്തി അരിഞ്ഞ് വെക്കും. ഇച്ചിരി കൂടുതൽ ഇടുകയും ചെയ്യും അല്ലേ? ഇതിപ്പോൾ എത്രയുണ്ട്? ഇത് എത്ര എടുക്കാൻ പോകുന്നേ? ഇതിപ്പം നമ്മുടെ അളവാണ്. അതായത് ഒരു 5 അളവുണ്ട്. 5 അളവ് കൊഞ്ച് പിടിയാണ് വറുത്തത്. 5 അളവെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ ഈ പാത്രമാണല്ലേ, നാഴി പോലെ പാത്രത്തിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനത്തെ 5 അളവ് വറുത്ത് അതിന്റെ തലയും വാലും ഒക്കെ പോയി ക്ലീൻ ചെയ്ത് ഉണക്ക ചെമ്മീനാണ്. അപ്പൊ 5 അളവ് പിടിയായിട്ട് നോക്കുകയാണെങ്കിൽ ഉണക്കച്ചെമ്മീൻ എങ്ങനെയാണ് വറുത്തിട്ട് നമ്മൾ ഒരു പരമ്പരാഗതമായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പിന്നെ ഒരു ചിരട്ട എടുത്തതിന് ശേഷം അതിങ്ങനെ പ്രസ് ചെയ്യും. അപ്പൊ അതിന്റെ തലയും കാലും ഒക്കെ അങ്ങോട്ട് പോകും, അല്ല വാലൊക്കെ പോയി പാറ്റിയെടുത്ത് എന്നിട്ട് ഇനി വീണ്ടും നിങ്ങൾ ഇത് പൊടിക്കും. ഇതിപ്പം പലതരത്തിൽ ചെയ്യുന്നവരുണ്ട്. ഇതിപ്പം നമ്മള് ചിലര് നീളത്തിൽ മാങ്ങ അരിഞ്ഞിട്ട് പിന്നെ ചാറോടുകൂടി കുറുകിയ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. കൊഞ്ച് മുഴുവനായിട്ടിട്ടിട്ട് കറി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പരമ്പരാഗതമായിട്ട് ഈ കൊഞ്ചിന്റെ ഒരു കൊഞ്ച് പൊടിയായിട്ട് തന്നെയാണ്, അതായത് കൊഞ്ച് വലിയ കിടക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ കുട്ടിയമ്മ അങ്ങനെയായിരുന്നു അല്ലെ? അതായത് ഗ്രാൻഡ് മദർ, എന്റെ എല്ലാം ഗ്രാൻഡ് മദർ ഞങ്ങളുടെ ചെയ്തിരുന്ന രീതിയാണ്. ഇത് തേങ്ങയുണ്ട്. ഇതിപ്പോ നമ്മൾ 2 ചട്ടി കൊഞ്ചിന് ഉണ്ടാക്കാൻ പോവാണ്. എന്തെങ്കിലും നമുക്കിവിടെ ഗസ്റ്റുകളൊക്കെ ധാരാളം വരും. അപ്പൊ ഈ 2 വീട്ടിലും ഉണ്ടാക്കുന്ന കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഉച്ചയ്ക്ക് സദ്യക്ക് വിളമ്പാൻ പോകുന്നത്. പച്ചമാങ്ങയുണ്ട്, കുറച്ച് കൂടുതൽ മാങ്ങ ചേർക്കൂല്ലേ, പുളി കയറി നിൽക്കണം എന്ന് പറയുന്നത്. പിന്നെ മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരല്പം ഉലുവാപ്പൊടി ഫ്രഷ് ആയിട്ട് പൊടിച്ച്, ചെറിയ ഉള്ളി, പച്ചമുളക് ചതച്ചോ എടുക്കാം, പച്ചമുളക്, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് മെയിൻ. ഓക്കെ, അപ്പൊ തുടങ്ങാം അല്ലെ? ഇതിന്റെ പിന്നിലെ ഐതിഹ്യം എന്ന് പറയുന്നത് ചേട്ടുളങ്ങര അമ്മയുടെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇതുപോലെ ഒരു ഭരണി ദിവസം അല്ലെ, ചേട്ടുളങ്ങര ഭരണിയുടെ അന്ന് കുത്തിയോട്ട പ്രൊസഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മ
ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ചുമാങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാദൃശ്യമായിട്ടന്ന് കുഞ്ചുമാങ്ങ അവരുടെ വീട്ടിൽ അവിടെ ഉണ്ടാക്കുമായിരുന്നു. അത് ഇട്ടേച്ച് ഓടിപ്പോയി. എന്നിട്ട് ദേവിയോട് മനസ്സിൽ പ്രാർത്ഥിച്ചു, അയ്യോ അത് അടുപ്പിലാണ്, അടിക്ക് പിടിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. ദേവിയെ നോക്കിക്കോണേന്ന് പറഞ്ഞിട്ട് പോയി കുത്തിയോട്ടം വിറകടുപ്പ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് അടിക്കൊന്നും പിടിക്കാതെ അത് വെന്ത് പറ്റി കറക്റ്റായിട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം അത് കഥ അനുസരിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ദേവിയുടെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്തല്ലോ. അപ്പോൾ ദേവിക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും എന്നൊക്കെ ഒരു സങ്കല്പത്തിൽ പിന്നീട് ഈ ഓണാട്ടുകരയിലെ എല്ലാ വീടുകളിലും കൊഞ്ചുമാങ്ങ സദ്യയുടെ ഭാഗമായി ഭരണി ദിവസം. അപ്പോൾ അതാണ് അതിനെക്കുറിച്ചുള്ള ഐതിഹ്യം അല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമായിരിക്കും അല്ലേ, പറച്ചില് ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെയ്യുന്നത് പൊടിക്കുന്നതിന് മുമ്പ് ഇത് കഴുകിയെടുത്തിട്ട് നല്ല ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് കഴുകാം. പക്ഷെ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് കഴുകിയിട്ട് മിക്സിക്കകത്തിട്ട് ചെറുതായിട്ട് പൊടിക്കും. അപ്പൊ പൊടിച്ചെടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇത് അറിയാമല്ലോ മനസ്സിലായി. അതെ അതെ നീറ്റ്നെസ് കാണും. അതെ 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 വാഷ് ചെയ്തിട്ട് പൊടിക്കാനാണ് രശ്മി അങ്ങനെ ഇപ്പൊ ചെയ്യുന്നത്. മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ മോഡേൺ ആയിട്ട് ചിന്തിക്കണമല്ലോ, അതിന്റെ പ്രാക്ടിക്കാലിറ്റി. അത് കിട്ടുന്ന സാധനം അങ്ങനെ അതാണ് അതിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. ഉണക്കച്ചമീൻ പൊടിച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്, റെഡി. ഇനി തുടങ്ങാൻ പോവാണ്. രണ്ട് ചട്ടിക്കകത്തായിട്ടുണ്ടാക്കും. വെളിച്ചെണ്ണ ഓക്കെ ആദ്യം ഇച്ചിരി ഒഴിച്ചിട്ടാണ്. തേങ്ങ നിറച്ച് തേങ്ങ ഇടും. എടുത്തിട്ടുണ്ട് അല്ലേ, ഇത്രയും രണ്ട് ചട്ടിയിലായിട്ട് വെക്കാനാണ് കണക്കാക്കി. ഇത് മുഴുവൻ കൂടെ ഒരു 3 തേങ്ങയുണ്ട്. അത് ഏകദേശം ഒരു 4 തേങ്ങയുണ്ടോ ഇത്? ഓക്കെ ഓക്കെ ഏകദേശം ഇത്രയും തേങ്ങ എടുത്തു. മാങ്ങ ചേർക്കണം. മാങ്ങ കൊത്തി തൊലി കളഞ്ഞിട്ട് കൊത്തി അരിഞ്ഞത്. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയായിരിക്കുമല്ലോ അല്ലേ, ഒത്തിരി പുളി ഉണ്ടാവത്തില്ലല്ലോ. പച്ചമുളക്, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി. ആ എന്നാലും അയ്യോ മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഓക്കെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നു. മല്ലിപ്പൊടി കുറച്ച് ചേർക്കുള്ളൂ. മുളക് പൊടി, പച്ചമുളക്, കൊച്ചുള്ളി, തേങ്ങ ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ 2 ചട്ടിയിലായിട്ട് മാറ്റാൻ പോവാണ്. അരപ്പ് കുറച്ച് പകുതിയോളം ഇതിൽ 2 ചട്ടിയിലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ 2 ചട്ടിയിലായിട്ട് അരപ്പ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ചട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനകത്തേക്ക് ഇനി കറിവേപ്പില. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും മറ്റു ചട്ടിയിലും ചെയ്യാൻ പോണത് ബാക്കി കാര്യങ്ങൾ. കുഞ്ചുപൊടി ഓക്കെ, പകുതി കുഞ്ചുപൊടി ചേർക്കുന്നു. യെസ്, അതും കൂടി മിക്സ് ചെയ്യണം. ഇത് ഞാൻ തയ്യാറാക്കുന്നതാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ്. ഇത് രശ്മിയുടെ റെസിപ്പിയാണ്. എന്തായാലും തലമുറകൾ കൈമാറി വന്ന റെസിപ്പികളാണല്ലോ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. ഇത് ഇവിടുത്തെ കുട്ടിയമ്മ, അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് മദറിൻ്റെ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്നതാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ചിട്ട്. അപ്പുറത്തെ അങ്ങനെയാണോ ചെയ്യുന്നത്? അത് അവിയൽ മാമാറ്. ഓക്കെ ഓക്കെ.
മാന്നാർ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ? ഓക്കെ ഓക്കെ, അമ്മായി അത് കറക്റ്റ്. അവരുടെ അമ്മായി മാന്നാറുകാരിയാണ്, അപ്പോൾ അമ്മായിയുടെ സ്ഥലത്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ടോട്ടലി മാവേലിക്കര ഓണാട്ടുകരയുടെ ആളാണ്. ഇവിടുത്തെ റെസിപ്പി അറിയുള്ളൂ, വർഷങ്ങളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ പന്തളത്ത് നിന്ന് വന്ന ആൾ പോലും ഇതേ ഇപ്പോൾ ഓണാട്ടുകരയുടെ റെസിപ്പിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു വെള്ളം ആവിയിലാണ് ഇത് വേകണ്ടത്. ഓക്കെ, ഇച്ചിരി വെള്ളം തളിച്ചിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇത് ആവിയിലാണ് ഇത് വേണ്ടത്, റെഡിയായി വരുന്നത്. ഇതെല്ലാം പാചകത്തിൻ്റെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇത് അങ്ങനത്തെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഓമല്ലൂരാണ് ഞങ്ങളുടെ റിയൽ തറവാട്, അതായത് അമ്മൂമ്മയുടെ സ്ഥലം. അപ്പോൾ അങ്ങനെയാണ്. അതെ, മണിക്കുഞ്ഞമ്മ അവിടത്തെയാണ്, ഓമല്ലൂർ കാവിലെ മണിക്കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സിസ്റ്ററിൻ്റെ ജാനിക്കൊച്ചമ്മയുടെ മോളാണ്. കല്യാണം കഴിഞ്ഞ് പോയത് പന്തളത്തോട്ടാണ് താമസം തുടങ്ങിയത്. അപ്പോൾ ചിറ്റപ്പൻ അവിടെ കോളേജിൽ അന്നക്കാലത്ത് ലെക്ചർ എന്നാണ് പറയുന്നത് അല്ലേ, പ്രൊഫസറായി. പിന്നെ പ്രൊഫസറായി, മരിക്കുമ്പം കോമേഴ്സ് പ്രൊഫസറായിരുന്നു അദ്ദേഹം, ബാലേന്ദ്രൻ സാറ്, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി. അപ്പോൾ ഇപ്പോഴും പന്തളത്ത് തന്നെ താമസിക്കുന്നു. മക്കൾ രണ്ടുപേരും, ഒരാൾ ബാംഗ്ലൂരും ഒരാൾ ഗോവയിലും. അമ്മായി ആണെങ്കിൽ മാന്നാർന്ന് കല്യാണം കഴിച്ചു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടോ മാവേലിക്കര? 69 വന്നത്. കല്യാണം പഴയ ഓർമ്മകളാണ്. സ്കൂൾ അധ്യാപികയായിരുന്നു അല്ലേ? 68 ജോലി കിട്ടി. 69 കല്യാണം കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്നു. പിന്നെ മാവേലിക്കരക്കാരിയായി മാറി. കുഞ്ചി കൊല്ലത്തുനിന്ന് കല്യാണം കഴിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എത്ര വർഷമായി കുഞ്ചി? 15 വർഷമായി കുഞ്ചി വന്നിട്ട്. ഇനിയുള്ള വർഷങ്ങളും ഈ മാവേലിക്കരയുടെ ആളാണ്. ലക്ഷ്മി പിന്നെ ഇവിടുത്തെ ആളാണല്ലോ, ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥി പോലെ വരും. നമ്മൾ അമ്മ ഇവിടത്തേതാണ്. അമ്മ പക്ഷെ അതെ, അമ്മ ഒരു പ്രായം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സെറ്റിൽഡാണ്. കാര്യം പഠനത്തിനായിട്ട് ട്രിവാൻഡ്രം വന്നു. വളരെ ചെറുപ്പത്തിൽ പഠിക്കാൻ ബഹുമിടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കല്യാണം കഴിച്ചു. കൊല്ലിയക്കോട് നിന്ന് എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചു. പിന്നെ ട്രിവാൻഡ്രം സെറ്റിൽഡ്, രണ്ടുപേരും അവിടെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ, പക്ഷേ ഞങ്ങൾ വെക്കേഷൻ എല്ലാം വരുന്ന വീടാണ്. അമ്മയുടെ വീടെന്ന് പറഞ്ഞ് ഇവിടെ വരും. മാവേലിക്കര വന്ന് അമ്മാവിൻ്റെ വീട്ടിൽ താമസിച്ച് ഇവരെല്ലാം മാനാത്ത് പോകുമായിരുന്നു. അയ്യോ, ആഞ്ഞിലിച്ചൊക്കെ പറിച്ച് അതിൻ്റെ കുരു വറുത്ത് കഴിച്ച് അതൊക്കെ എൻ്റെ ഭയങ്കര നല്ല ഓർമ്മകളാണ്. മാന്നാറ് അമ്മായിയുടെ അമ്മ അയ്യോ എക്സലൻ്റ് ആയിട്ട് പാചകം ചെയ്ത ഒരാളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. മണിയമ്മ അയ്യോ ഭയങ്കര നന്നായിട്ട്. കൊച്ചുവീടല്ലേ? കൊച്ചുവീട്ടിലെ എന്താ അവിടുത്തെ വട്ടയപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ എത്ര ടേസ്റ്റ് ആയിട്ട് കഴിച്ചില്ല. കള്ളൊഴിച്ചിട്ട് ചേർക്കുന്നതാണ്, നല്ല അന്തിക്കള്ള് നാടൻ ചെത്തി ഇറക്കുന്ന, വൈകുന്നേരം ചെത്തി ഇറക്കുന്ന നാടൻ കള, അതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത്. അയ്യോ, അത് എനിക്ക് ഇതുവരെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു വട്ടയപ്പം. ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, ആ അമ്മൂമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല ഇപ്പം. പക്ഷെ അമ്മായി പഠിച്ചത് മുഴുവൻ ഇവിടുത്തെ പാചകമാണ്. കല്യാണം കഴിഞ്ഞ് വന്ന സ്ഥലത്തുനിന്ന് കുട്ടിയമ്മ ഓമല്ലൂരിൽ നിന്ന് കുറേ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓമല്ലൂരിൽ നിന്ന് കല്യാണം കഴിച്ചാലേ കുട്ടിയമ്മ മാവേലിക്കരയ്ക്ക് വരുന്നത്. അത് ഞങ്ങളുടെ ഗ്രാൻഡ് മദർ, അതായത് മണിക്കുഞ്ഞമ്മയുടെ ചേച്ചി, അല്ല സോറി വല്യമ്മ, അത് അമ്മയുടെ സിസ്റ്റർ. ഇത് ഇളയാളാണല്ലോ, അമ്മയുടെ അനിയത്തിയുടെ മോളാണ് ഇത്. അതെ, തിരുവനന്തപുരത്ത് കൊണ്ടുപോകും. ഓ, അങ്ങനെ ഞങ്ങളൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. കാര്യം മണിക്കുഞ്ഞുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. എപ്പോഴും ഇവർക്കും അതെ, മണിയപ്പച്ചിയാണ് എല്ലായിടത്തെയും ഒരു കോമൺ ഫാക്ടർ. എല്ലാവരുമായിട്ടും ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ചിറ്റപ്പൻ വരുമ്പോ അതെ, സിനിമയ്ക്ക് കാണാൻ കൊണ്ടുപോയിരുന്നാ. അതെ, ബാലേന്ദ്ര ചിറ്റപ്പൻ പേപ്പർ വാല്യൂഷന് വരുമല്ലോ ട്രിവാൻഡ്രത്ത്. അപ്പോൾ രണ്ടാളും കൂടി വന്ന് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്ത് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകും. പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഈവനിങ് ക്ലാസ് പഠിക്കുമായിരുന്നു. ഓക്കെ, ജോലിയോടൊപ്പം LLB കംപ്ലീറ്റ് ചെയ്തായിരുന്നു ആ സമയത്ത്. AG's ഓഫീസിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് പഴയ സ്മരണകളാണ്. അതെ, പിന്നെ അമ്മ എല്ലാവരുമായിട്ടും കണക്റ്റാണ്. ഓമല്ലൂർ ഉത്സവത്തിന് ആ സമയത്തൊക്കെ അവിടെ പോകും, പന്തളത്ത് പോകും, പറയിടാനൊക്കെ പോകും. കുഞ്ഞായിരുന്നപ്പോൾ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയത്. അതുകൊണ്ടാണ് എനിക്ക് ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ആ ഒരു അടുപ്പമൊക്കെ ഉള്ളത്. എന്നെയാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. ചേച്ചി ഈ എല്ലാ ക്വാളിറ്റീസും ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ ചേച്ചി പാട്ട് പാടും, നന്നായിട്ട് പാട്ട് പണ്ട് പാടുമായിരുന്നു, ഇപ്പൊ പാടത്തില്ല. പക്ഷെ നന്നായിട്ട് പാടുമായിരുന്നു. ഒരു സ്മരണ എന്ന് പറഞ്ഞാല്
ചേച്ചി നാഥ നീ വരും ആ പാട്ട് പാടുമായിരുന്നു സ്ഥിര എന്റെ മാസ്റ്റർ പീസ്. ആ പാട്ട് പാടി എനിക്ക് നല്ല അയ്യോ എനിക്ക് ആലോചിക്കാൻ ഇവിടെ പഠിക്കുമ്പോഴാണെങ്കിൽ ഒരു പൂച്ച അയ്യോ കണ്ടായിട്ട് പഠിക്കുമ്പോൾ രണ്ടാമത്തെ ക്വാളിറ്റി പറഞ്ഞു തരും എന്താണ് എന്താ പൂച്ച പഠിക്കുന്ന സമയത്ത് പൂച്ച ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഉറങ്ങത്തേ ഇല്ല, അതവിടെ ഇങ്ങനെ ഇരിക്കും. പൂച്ചയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെയൊക്കെ കുറെ അത് അച്ഛനെ കാണാതെയാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ അച്ഛന് ഇഷ്ടമേ അല്ല പെറ്റ്സിനെ. അച്ഛനെ വിളിച്ചിട്ട് പൂച്ച വളർത്തുന്ന പരിപാടി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കിടക്കുന്നത്. പാട്ട് പാടുന്നതാണ് നാഥ നീ വരും ആലോചിച്ച് നാഥനാണോ വന്നത് നാഥം വന്നു എന്തായാലും. അതല്ല ഇവരുടെ കല്യാണ സമയത്ത് ബോബിയുടെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഞാനും ഇവളും കൂടെ കിടന്ന് ഉറങ്ങുന്നത് ഉറങ്ങുന്നത് ഞങ്ങള് സ്ഥിരം ഉറങ്ങുന്നത്. പക്ഷെ ഇവള് എപ്പോഴാ ഉറങ്ങുന്നത് ഫോൺ വിളിയാണോ? കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. ബോബിയുമായിട്ട് മണിക്കൂറുകളോ. അത് ലാൻഡ് ഫോണാ കേട്ടോ. ലാൻഡ് ഫോണാ. അത് അന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല. ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ കുറച്ച്. ഇപ്പൊ നമുക്ക് സമയമില്ല. അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബോബിയുടെ വീട്ടിൽ 2-3 വെറൈറ്റി ഉണ്ടാക്കുന്നത്. ഒരെണ്ണമല്ല അത് അമ്മ എന്റെ മദറിലോ നന്നായിട്ട് പാചകം ചെയ്യും. അമ്മ മദറിലോ എല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ വളരെ നിർബന്ധ വാശിയുണ്ടായിരുന്നു ചെറുതിൽ. എനിക്കല്ലേ? അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നത് കാണത്തില്ല എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങത്തേ ഇല്ല. എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് എന്തിനോ ഒരു വാശി പിടിച്ചു അകത്ത് തന്നെ ഇരിക്കുവായിരുന്നു. ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങില്ലല്ലേ? അയ്യോ വാശിക്കാരിയായിരുന്നു. നല്ല വാശിയുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്രയും ഉയരത്തിലേക്ക്. വാശി വേണം നമുക്ക് ചില കാര്യങ്ങളിൽ. പോസിറ്റീവ് കാര്യങ്ങൾക്ക് വാശിയാവാം. എല്ലാ കാര്യത്തിലും വളരെ സ്റ്റേണായിട്ട് തീരുമാനങ്ങൾ അതായിരുന്നു. അതിന്റെ കുഴപ്പമുണ്ട്. നല്ലത് ചീത്തയൊക്കെ അത് പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവരെക്കാട്ടിലെല്ലാം ഉയർന്ന നിലയിലല്ലേ? അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് അപ്പോൾ നമ്മുടെ കൊഞ്ചുമാങ്ങ ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടപ്പ് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. കാര്യം വെള്ളം ഇങ്ങനെ തളിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അല്ലേ. അത് ഇങ്ങനെ ആവിയിൽ തന്നെ വേഗണം എന്നാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു കൊടുക്കും. ഇപ്പോൾ ഫൈനൽ ഇളക്കലാണിത്. കഴിഞ്ഞു അല്ലേ? റെഡി. സംഭവം റെഡി. തോരൻ ഇത് രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ലൂസ് ഒരു അവിയൽ പാകത്തിന് ചെയ്യും. അപ്പൊ മാങ്ങ നീളത്തിലായിരിക്കും, ഇതിപ്പോ തോരൻ പാകം. ഓക്കെ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന രീതി. ഓക്കെ, ഇപ്പുറത്തെ അടുപ്പിലും സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 ചട്ടിയിലും. ഇത് തീ ഓഫ് ചെയ്യട്ടെ? അങ്ങനെ കൊഞ്ചു മാങ്ങ ഈസ് റെഡി. ഇനി ടേസ്റ്റ് ചെയ്തോണ്ട് എൻ്റെ എല്ലാം വേണം. ഇത് ഈ സമയത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അല്ലേ? നമ്മളിങ്ങനെ ആലോചിക്കണം. ചൂടോടെയും ഈ ഒരു ഓസ്പീഷ്യസ് ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അത് ചേട്ടളങ്ങര അമ്മയുടെ ഭരണി ദിവസത്തെ കൊഞ്ചു മാങ്ങയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവർക്കും അതൊരു ഇത് കഴിക്കാനായിട്ടാണ് ലോകത്തുനിന്ന് എല്ലാവരും വന്ന് ആദ്യം ചോദിക്കുന്നത്. എല്ലാ ഭാഗത്തുനിന്ന് വരുന്നവരും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലുള്ളവരും ഏത് നാട്ടിൽ പോയവരും ഓണത്തെക്കാൾ കൂടുതൽ കുംഭഭരണി സമയത്താണ് പ്രവാസികളെല്ലാം നാട്ടിലേക്ക് ഈ ഓണാട്ട് വരെയല്ലേ എല്ലാവരും തന്നെ ഈ ഒരു ആഘോഷത്തിനാണ്. സത്യം ഇനിയും കഴിക്കാൻ തോന്നുന്നു. ആണല്ലേ? എടുത്തോ, ഒരു പ്ലേറ്റിൽ എടുത്ത് തരാം. ടേസ്റ്റ് അല്ല, ഇനിയിപ്പോ ചോറിന്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അയ്യോ സോറി മണിക്കുഞ്ഞമ്മയ്ക്ക് കൊടുക്കാതെയാണ് ഞാൻ. ചൂടുണ്ടോ? സ്വന്തമായിട്ട് കഴിക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നാലും പക്ഷേ അടിപൊളിയായിരിക്കുന്നു. എല്ലാം ഉണ്ട്. കറക്റ്റാ. എല്ലാം പാകം. ഞാൻ കറക്റ്റാ. നല്ല കൊതി വരുന്നുണ്ടാവില്ല. എല്ലാവർക്കും കഴിക്കാൻ തോന്നും. വെറുതെ കഴിക്കാൻ തോന്നും സത്യത്തിൽ. കഴിച്ചോണ്ട് എന്തായാലും ഇവിടെ സദ്യയാണ് ഉച്ചയ്ക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഇങ്ങനെ ഇതിൻ്റെ തിരക്കിൽ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഒരു ആഘോഷമായിട്ട് നടക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുക്കും. ആ സമയത്ത് നമുക്ക് കഴിക്കാം. കൊഞ്ചുമാങ്ങ ഇലയിലുണ്ടാവും. ഇന്നിപ്പോൾ ഇഡ്ഡലിയാണോ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി. ഓക്കെ.
കൊഞ്ചുമാങ്ങ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാ വീടുകളിലും ഞാൻ പറഞ്ഞല്ലോ, ഓണാട്ടുകരയിലെ എല്ലാ വീടുകളിലും ഇത് മസ്റ്റാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പുറത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാര്യം കുറച്ച് അതിഥികളൊക്കെ വരുമല്ലോ, എല്ലാവർക്കും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ലാർജ് സ്കെയിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. അല്ലേ, ഓക്കെ. മണിക്കുഞ്ഞമ്മയും അമ്മായി കുഞ്ചിര പിന്നെ ഇവിടെ രശ്മിയുടെ ഫ്രണ്ട് എല്ലാവരും പുറത്ത് കസേര ഇട്ടിരിക്കും. അതേ ഒരാൾ ഇവിടെ ഇരിക്കുന്നു. അയ്യാ, അതെ, രാവിലെ തന്നെ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ, ഞാനും കൂടി ഇവരുടെ കൂടെ കൂടും. അമ്മായി, കുഞ്ഞമ്മ, ഇങ്ങനെയൊക്കെയല്ലേ കാണുന്നത് അല്ലേ? അതെ, അതായത് കുഴപ്പം. ഞങ്ങളൊക്കെ പിന്നെ എപ്പോഴും കാണുന്നവരാ. അത് ശരി. എന്നെ പറ്റിയ പരാതി പറയുന്നത് ഇവിടെ എന്ന് ഇനി വരുവാ, എന്ന് വരും ഇപ്പൊ കാണുന്നൊക്കെ ചോദിക്കും. ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹമുണ്ട്. എന്നാലും വല്ലപ്പോഴൊക്കെ വരാം. പഴയ മെമ്മറി ലൈനിലൂടെയാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ വീടൊക്കെ കുറേ കൂടിയൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതായിരുന്നു കുടുംബ വീട്. ഇവിടെ ഇത് രശ്മി വെച്ച വീടായി. തൊട്ടടുത്തല്ലേ മതിൽ കണ്ടോ? മതിലില്ല, ഇങ്ങനെ ഫെൻസിങ് പോലെ. ഇപ്പോൾ ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ വന്നു. പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കർഷക അതൊന്നും ഇല്ലല്ലോ. വലിയ മുറ്റവും വലിയ 2 ജാതി മരം, പിന്നെ ചെമ്പോട്ടിയാണ് ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ട്രീ. അത് അന്ന് തൊട്ടുണ്ട്, എൻ്റെ ഓർമ്മയിലെല്ലാം ഉണ്ട്. സ്കൂളിൻ്റെ ബാക്ക് സൈഡ് ഇതൊരു കുരുമുളക് നോക്കി പടർന്ന് ഈ വലിയ മാവിലേക്ക് കയറിയിരിക്കുന്നു. മാവിനോളം ഒപ്പം തന്നെ ഉണ്ട് തൊട്ടടുത്ത ചെമ്പോട്ടി മരം. സ്കൂളിലെ കുട്ടികളെല്ലാം അവിടെ ചെമ്പോട്ടിക്ക പറിക്കാനും അവിടെ വീണ് കിടക്കുന്ന കഴിക്കാനും ഒക്കെ ഈ പുറത്ത് ചാടി വരുമായിരുന്നു. അതെ, പിള്ളേർ സെറ്റെല്ലാം ഇവിടെ കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഹലോ മോളെ, ഹായ്. ഇതൊക്കെ കൂട്ടുകാരുമായിട്ട് എല്ലാവരും കറങ്ങി നടക്കുവാണല്ലേ. ഇവിടെ ടോട്ടലി ഒരു ഗ്രീൻ ബെൽറ്റ് പോലെയാണ്, കംപ്ലീറ്റ് മരങ്ങളും ഒക്കെ ആയിട്ടേ നല്ല രസമാണ്. എത്ര വെയിലുണ്ടെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ അറിയില്ല. ഇറ്റ്സ് വെരി കൂൾ. അങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ തറവാട് പരിസരം ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ഇന്നൊരു ദിവസം കൂടി ഞാനിവിടെ ഉണ്ട്. വൈകുന്നേരം രാത്രിയാകുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഭയങ്കര എന്താ പറയുക, മെമ്മറീസ്. ഇങ്ങനെ അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. അമ്മയുടെ അമ്മ, കുട്ടിയമ്മ, അമ്മൂമ്മ, അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഭയങ്കര ചിന്തയാണ് ഇവിടെ വരുമ്പോൾ ഒക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു ചെട്ടികുളങ്ങര ഭരണി കാലത്താണ് അമ്മയായിട്ട് ഇവിടെ വന്നത്. ഒരു 8 years ബാക്ക്. ആ സമയത്ത് ഞങ്ങൾ കൈരളിയുടെ ഷൂട്ടിന് വേണ്ടി വന്നപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം. ഒരു 8 വർഷം മുന്നേ അമ്മയും കൂടി ചേർന്നാണ് ഞങ്ങൾ അന്ന് ഇവിടെ ചെട്ടികുളങ്ങര ഭരണിയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് കൈരളിക്ക് വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ വരുമ്പോൾ അമ്മയില്ലല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ പല ദിവസങ്ങളും വരുന്നുണ്ട് പൂജയായിട്ട് ബന്ധപ്പെട്ട്. അല്ല, ഇതുവഴി പാസ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ ഇറങ്ങാറുണ്ട് ഇവിടെ. അമ്മ അവൻ്റെ വീട്ടിൽ ഇവരെല്ലാം കണ്ടിട്ട് ഇവിടെ ഒരു ഹോൾട്ട് ചെയ്തിട്ടൊക്കെ പോകണേ. പക്ഷെ അല്ലാണ്ട് ചെട്ടികുളങ്ങര ഭരണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നത് അന്നാണ്. പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഭരണിയുടെ ഭാഗമാകാൻ. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അമ്മയെക്കുറിച്ച് ആലോചിക്കുന്നു. കുട്ടിയമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മയുടെ അമ്മ വെരി ക്ലോസ്. ഗ്രാൻഡ് മദർ ഞാനും അതുപോലെ ക്ലോസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ ചെറുതിലേക്ക് എൻ്റെ കൂടെ ഇങ്ങനെ. പിന്നെ അമ്മാവൻ്റെ കൂടെയൊക്കെ ഇവിടെ വന്ന് വെക്കേഷനൊക്കെ താമസിക്കുന്നത്. അന്ന് രശ്മിയും രഞ്ജിത്തും ഒക്കെ ചെറിയ കുട്ടികളാണ്, എന്നെക്കാട്ടിലും ഇളയതാണല്ലോ അവരൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞല്ലോ, പാടശേഖരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. പക്ഷേ എള്ളുപാടം, നെൽപ്പാടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി, കനാല് വന്നു. ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ. ഈ വെജിറ്റേഷൻ തന്നെ ടോട്ടലി മാറി, ഒരു കംപ്ലീറ്റ്. എങ്കിലും ഒരു നാട്ടുമ്പുറത്തിൻ്റെ വിശുദ്ധിയുള്ള സ്ഥലം തന്നെയല്ലേ ഇതുമൊക്കെ. ഒത്തിരി പറമ്പുണ്ട് കേട്ടോ ഇങ്ങനെ ചുറ്റും. പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കാം. അത്ര ഇത് പക്ഷേ സമ്മർ ആയതുകൊണ്ട് ഇച്ചിരി ഉണക്കാം. പക്ഷേ മഴക്കാലത്ത് വന്നാൽ നല്ലൊരു ഗ്രീനറി കൂടുതൽ കാണാം. ഇനി ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് ആദിത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രശ്മിയുടെ മകനാണ്. എൻ്റെ അനന്തരവൻ അല്ലേ, അനന്തരവനായിട്ട് വരും. അതായത് ഇവിടുത്തെ മോളെ കണ്ടല്ലോ, അത് രഞ്ജിത്തിൻ്റെ മോള്. ഇത് അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ആളാണ് രശ്മിയുടെ മോനാണ്. മോൻ എഞ്ചിനീയറിംഗിന് പഠിക്കും. മോൻ ഏത് കോളേജാണ്? ഞാൻ അയ്യച്ചാടി കല്ലുപ്പാറ തിരുവല്ല. അവിടെ എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയറിന് പഠിക്കും. ഈസിയാണോ? ഓക്കെ.
അപ്പം മോനൊരു സിസ്റ്ററും കൂടി ഉണ്ട്, അയർലൻഡിലാണ് മോള്, മൂത്ത ആളാണ്, ഇത് രണ്ടാമത്തെ ആൾ. പണ്ട് ചെറിയ കുട്ടിയായിരുന്നു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓടി നടക്കായിരുന്നു. ഇപ്പോൾ ഒരു ജിമ്മൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. വിഷ്ണുവായിട്ട് ഭയങ്കര ക്ലോസാണ്. വിഷ്ണു ചേട്ടൻ്റെ ആളാണ് അല്ലേ. ചെറുതിലേ ഉള്ള ഒരു കണക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയോ? ചെമ്പോട്ടിയുടെ ചോട്ടിലാണ്. ഇവിടുത്തെ ചെമ്പോട്ടി മരമാണ് ഏറ്റവും ഫേമസ് അല്ലേ, ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. രശ്മി പറയും ഇപ്പോഴും ആൾക്കാർ അന്വേഷിച്ച് വരുന്നൊരു സ്ഥലമാണെന്ന്. കാര്യം പണ്ടൊരു ചെമ്പോട്ടി ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് തറയിൽ ഇങ്ങനെ കിടക്കും. ചെമ്പോട്ടിക്ക വരുന്നതിന് മുന്നേ ഉള്ള സമയം അത് നവംബർ മാസമാണോ? നവംബർ ഡിസംബർ ആണ് അല്ലേ പൂക്കുന്ന ആ ഒരു സമയത്താണ്. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ആ ഒരു ഭംഗി കാണാൻ പറ്റില്ല. പക്ഷേ ഈ സ്കൂളിലെ കുട്ടികളെല്ലാം പണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഈ കമ്പിവേലി കടന്നു വരാനൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. ഇതിപ്പോൾ എത്ര ഒരുപാട് വർഷം പഴക്കമുണ്ടാവും അല്ലേ? എന്തോരം പൊക്കമുണ്ടെന്ന് നോക്കിയാൽ എൻ്റെ അമ്മേ. ചെമ്പോട്ടി മരം, ജാമ്പയ്ക്ക പോലത്തെ ചെമ്പോട്ടിക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ. ഉടുപ്പിൻ്റെ കളറും ഇവിടുത്തെ പച്ചപ്പും ഒക്കെ ഏതാണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ആദിത്യ എന്ന് പറയുന്ന മകൻ. ഓക്കെ, ഇവിടെ മുഴുവൻ ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് തിരക്കിലാണ് ആശാൻ ഇവിടെ എല്ലായിടത്തും ഓടി നടന്ന് സെർവിങ് ഒക്കെയാണ്. ഗസ്റ്റുകൾ ഒരുപാട് വരുന്ന ദിവസമുള്ളത്. മതിലൊക്കെ ഇപ്പോഴാണ് മതിലൊക്കെ വന്നില്ലേ കുറേ കാലമായിട്ട്, വെയിലൊക്കെ അതൊക്കെ പോയിട്ട്. ഈ ഫെൻസ് നല്ല രസമുണ്ട് കേട്ടോ, ഈ വൈറ്റ് ഫെൻസിങ്ങേ ബോർഡറായിട്ട്. അത് തടി തന്നെയല്ലേ ആണോ? അല്ല, മെറ്റലാണോ? ഓക്കെ, വൈറ്റ് പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണല്ലേ. കാറുകളുടെ എണ്ണം കൂടി വരുന്നു, ഗസ്റ്റുകളുടെ എണ്ണവും കൂടുന്നു, ഉച്ച സമയം ആകാൻ പോകുന്നു, അതുകൊണ്ട് തിരക്ക് ആയി വരുന്നു. ഇവിടെ ഇപ്പോൾ ലഞ്ച് ടൈം ആയി കഴിഞ്ഞു. സദ്യയാണ് കേട്ടോ, സദ്യയുടെ കൂടെ കൊഞ്ചുമാങ്ങ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് രാവിലെയും കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കൂടുതൽ ഗസ്റ്റുകളുണ്ട്. വൈകുന്നേരത്തോടു കൂടിയാണല്ലോ ഇവിടെ പ്രൊസഷനൊക്കെ കുറച്ചുകൂടി ലൈവാകുന്നത്. എനിക്കിവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് ഓർമ്മ വരുന്നത്. ശരിക്കും അതും ദേവി ഇതും ദേവി. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഫെസ്റ്റിവിറ്റിയാണ്, എല്ലാവരുമായിട്ട് ഒത്തൊരുമയും ബന്ധുമിത്രാദികളെല്ലാം വരുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, നല്ല രസമല്ലേ. അങ്ങനെ കഴിക്കാൻ തുടങ്ങും ലഞ്ച്. കൊഞ്ചുമാങ്ങ എല്ലാം കൂട്ടി. So many curries. അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഉണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇതിപ്പോൾ രശ്മിയുടെ ഹസ്ബൻഡ് അറിയാമല്ലോ, ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ രഞ്ജിയുടെ ഹസ്ബൻഡാണ് രഞ്ജിത്ത്. ഇവരല്ലേ ബാംഗ്ലൂരിൽ നിന്നല്ലേ വന്നേ, ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. പിന്നെ മകൻ ആദിത്യ. അതെ അതെ, അതുകൊണ്ടാണ് ആദിത്യ എന്ന് തന്നെ പറയാവുള്ളൂ. ആദിത്യയാണ്. ആദിത്യ പുണ്യല്ല. അയ്യോ, അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊസഷൻ പോലെ ഇങ്ങനെ കുതിര കൊണ്ടുപോകണം. ഇപ്പൊ പേളാട കുതിര പോകുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്ന് അമ്പലത്തിലേക്കുള്ള പ്രൊസഷൻ ഇതുവഴിയാണ് പോകുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു.
അപ്പോൾ എന്തായാലും കുംഭഭരണി ചേട്ടോളങ്ങര അമ്മയുടെ കുംഭഭരണിയുടെ ലാസ്റ്റ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകാൻ സമയമായി. പക്ഷെ വീട്ടിനകത്ത് ഇപ്പം അതേ നോക്കിയ ക്രൗഡ് നോക്കിയ എല്ലാവരും നമ്മുടെ ബന്ധുമിത്രാദികളാണ് ഈ ചുറ്റും നിൽക്കുന്ന എല്ലാവരും തന്നെ. തുടക്കത്തിൽ നിന്നും രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കണ്ട ആൾക്കാരെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകത, അതായത് അത്രയ്ക്ക് ഒരു ഇൻവോൾവ്മെന്റ് ആണ് എല്ലാവർക്കും. ഏത് ദേശത്താണെങ്കിലും ഓടി എത്തും, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് എല്ലാ വർഷവും ഈ ഭരണിയോടനുബന്ധിച്ച് എല്ലാവരും ഉണ്ട്. നല്ല സദ്യയൊക്കെ കഴിച്ചു, കൊഞ്ചുമാങ്ങ കഴിച്ചു, പിന്നെന്താ പറയുക, പിന്നെ കെട്ടുകാഴ്ചയും ഇതിന്റെ ഫ്രണ്ടിൽ കൂടി തന്നെ എന്തോരം പോയി അല്ലേ. പിന്നെ നമ്മുടെ കുത്തിയോട്ടത്തിന്റെ ഇതും എല്ലാം. ഇനി ക്ഷേത്രാങ്കണത്തിൽ ആ കാര്യങ്ങളും അതെല്ലാം അവിടെ എല്ലാവരും അവിടെ നിരന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെ ഇനി അതാണ് ഇതിന്റെ ഒരു ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ലാസ്റ്റ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വേറെ നിങ്ങളുടെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളില്ലേ. ഇത് കഴിഞ്ഞിട്ട് ഒരു തിരിച്ചു കൊണ്ടുവരും. ഇനി അടുത്ത ഉത്സവം തുടങ്ങണം. 13 എതിരേൽപ്പ് അല്ലേ, 13 കരകളുടെ ഉത്സവം തുടങ്ങണം. ഓരോ കരയുടെ കൂട്ടായ്മയാണ്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീടുകളിലും ഈ ഓണാട്ടുകര എല്ലാ വീടുകളിലും ഇത്രയധികം ആൾക്കാർ ഓണത്തെക്കാൾ കൂടുതൽ സന്തോഷത്തോടുകൂടി സംഗമിക്കുന്നത്. ഇതൊരു സംഗമ വേളയാണ്, ഉത്സവമാണ് ഓണാട്ടുകര. അതെ അതെ അതെ, ഓണം. അതെ വേണ്ട ഇരിക്കുന്നു എല്ലാരും. അമ്മ എറണാകുളത്ത് നിന്ന് വന്നു. ഇത് രഞ്ജിയുടെ മദർലാണ്. പിന്നെ അങ്ങനെ എല്ലാവരും പറയാനാണെങ്കിൽ എല്ലാവരും ഏറ്റവും അടുത്ത് വരുന്ന ആൾക്കാർ ബാംഗ്ലൂരിൽ. അതെ, ഉച്ച കഴിഞ്ഞപ്പോ എത്തി. അപ്പൊ ഇതൊരു ഭയങ്കര ഒരു സ്നേഹ സംഗമം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ നല്ലൊരു കൂട്ടായ്മ, സന്തോഷം. എനിക്കും ഇതിന്റെ ഭാഗം, ഞാനിപ്പോ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഇത് പറയുന്നു, പക്ഷെ ഞാനും പാർട്ട് ഓഫ് ഓണാട്ടുകരയാണ്. അപ്പം എൻ്റെ അമ്മ വീടാണല്ലോ. അപ്പോൾ വളരെ സന്തോഷം. ഇനി അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവരോടും, അപ്പോൾ രഞ്ജിത്തിനോട് സ്പെഷ്യൽ താങ്ക്സ്. അവിടെ എല്ലാം ഓർഗനൈസ് ചെയ്ത് തന്നു ആൻഡ് ഹോസ്റ്റ് ചെയ്ത ഭാര്യ ഭർത്താക്കൾ രശ്മിയും ഒക്കെ എല്ലാവരും. ഓക്കെ, താങ്ക്സ് ഉണ്ട്. രശ്മി രാധാകൃഷ്ണൻ, മോനന്റെ എല്ലാവരും താങ്ക്സ്. നമ്മൾ കുടുംബമാണല്ലോ, കുടുംബക്കാരാണ്. ഓക്കെ, അതാണ് ഒരു പ്രത്യേക സന്തോഷം. പിന്നെ ഒരാൾക്ക് വിഷമാണ് ഞാൻ പോകുന്നതിൽ അല്ല മോളെ, സങ്കടമുള്ള ഒരാൾ ഇതാണ്. അങ്ങനെ ജാനകി വളരെ സന്തോഷം അല്ലേ, ഹാപ്പിയും. ഇനി കാണാം. അപ്പൊ എല്ലാവരും പോയിട്ട് വരാം. ഓക്കെ, ശരിക്കും ഞങ്ങൾക്ക് ഇത്തരത്തെ കുംഭഭരണി ജയിച്ചു വന്നായിരുന്നു കളറായിരുന്നു. ശരി, സന്തോഷം. ഒരു നമുക്ക് ആ രാവിലെ ഇന്നലെ മുതൽ നമ്മുടെ ആ ഒരു മാറ്റങ്ങൾ നമ്മൾ ഞങ്ങളൊക്കെ ശരിക്കും ഈ കുതിരച്ചോട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ പോയി തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഇന്നലെ മുതൽ വന്നു. ഓക്കെ, നമ്മൾ അതെ കുതിരച്ചോട്ടിലൊക്കെ വരണം. എല്ലാ പ്രാവശ്യവും വന്നു. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ഒക്കേഷനാണ്. മീനത്തിലൊരു അശ്വതിയുണ്ട്. അതെനിക്കൊന്ന് കാണാൻ വരണമെന്നുണ്ട് കേട്ടോ. മീനത്തിലെ അശ്വതി, മീനഭരണി, അത് ഭയങ്കര അശ്വതി. അതെ, അശ്വതിയില് 1000 കുതിരകളെ കൊണ്ടുവരുന്നല്ലേ, കയ്യിൽ പിടിക്കാവുന്ന കൊച്ചു കുതിരകൾ മുതല് ഇത്തരം ഒപ്പൊക്കെയുള്ള കുതിരകൾ വരെ അന്ന് ഇതുപോലെ കാഴ്ച കണ്ടത്തില് വരും. കുട്ടികളുടെ വരെ അമ്പലത്തിന്റെ പരിസരത്തെല്ലാം ഉണ്ടാവും. ആണോ, മോളും ഉണ്ടാക്കും? അത് അല്ല, മോള് തുടങ്ങിയിട്ടില്ല. ഉണ്ടാക്കി തുടങ്ങാൻ വേണമെങ്കിൽ. മീനത്തിലെ അശ്വതി, അതും പറ്റുമെങ്കിൽ വരാം ആ സമയത്ത്. ഓക്കെ, അജിമാവനൊക്കെ ഒളിച്ചു നിൽക്കുന്നത് മാങ്ങാത്തെ. അതെ അതെ, സാറിന്റെ അതെ അതെ, മാന്നാർ അമ്മായിയുടെ വീട്ടിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആണ് ദേവി പ്രസാദ്. ഓക്കെ, എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇതൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അനിയുടെ മോള് അഡ്വക്കേറ്റ് അമൃത. ഓക്കെ, പിന്നെ എന്താ പറയണ, ഇങ്ങനെ എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും ക്ലോസ്, എത്രയും ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എല്ലാവരും തന്നെ. ഇത് രാധാകൃഷ്ണന്റെ സിസ്റ്റർ, രഞ്ജിത്തിന്റെ അമ്മയാണ്. ഓക്കെ, എനിക്ക് അങ്ങോട്ട് വിടണം. ഓക്കെ, പോയിട്ട് അപ്പൊ അമ്മായി പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ യാത്രയില്ല, രാത്രി കഴിക്കും. എന്റെ വയറ് ഇവിടെ വരെ ഫുള്ള. ഓക്കെ, കരിമ്പിന്റെ ജ്യൂസ് ആയിരുന്നു പ്രധാന ഭക്ഷണം. അയ്യോ മതി, മണിക്കുഞ്ഞമ്മ പോയിട്ട് വരാം. ഓക്കെ, ഇനി കാണാം. ഓക്കെ, പോയിട്ട് വരാം. ബൈ ബൈ. ഓക്കെ, പോട്ടെ മോളെ. ഓക്കെ, അയ്യോടാ, ശരി.